അതിഥിയുണ്ട് സന്തോഷ് മാധ്യമപ്രവർത്തകർ മാത്രമല്ല, അദ്ദേഹം നേരത്തെ ആപ്പിന്റെ വക്താവ് കൂടിയായിരുന്നു. ശ്രീ സന്തോഷ് ജോയ്, താങ്കൾ ഇപ്പോൾ ആപ്പിൽ ഇല്ല എന്നറിയാം, പക്ഷെ താങ്കളുടെ പഴയ പാർട്ടി ഇനി നിലം തൊടില്ല എന്നാണ് 10-ൽ 8 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. താങ്കളും ഇത് പ്രതീക്ഷിച്ചോ? ഇല്ല, ഈ ഡൽഹിയുടെ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ ഒരു 75-80% വോട്ടേഴ്സ് സൈലന്റ് വോട്ടേഴ്സാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വോക്കൽ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിസിബിൾ വോട്ടേഴ്സ്, കാറുകൾ SUVസിലൊക്കെ നടക്കുന്ന ഈ ഡൽഹിയിൽ നിന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈ വോട്ടറുകൾ 20-25% കൂടിപ്പോയി അത്രയേ ഉള്ളൂ. മൈഗ്രന്റ് വോട്ടേഴ്സ് ഉണ്ട്, റൂറൽ വോട്ടേഴ്സ് ഉണ്ട്, പിന്നെ വിമൻ വോട്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 12 കോൺസ്റ്റിറ്റ്യുവൻസി എങ്കിലും എനിക്ക് പല റിപ്പോർട്ട്സിന് വേണ്ടി സഞ്ചരിക്കേണ്ട ആവശ്യം വന്നു. അവിടെ എല്ലാം ഒരു കാര്യം നമുക്ക് ഒരു സ്റ്റാർക്ക് ഡിഫറൻസ് കണ്ടത്, പുരുഷന്മാരെല്ലാം BJPയുടെ കൂടെ ഉണ്ട്. അവരുടെ സ്കൂട്ടറുകളിലും ബൈക്കുകളിലൊക്കെ BJPയുടെ ഫ്ലാഗ് പോലും ഉണ്ട്. പക്ഷേ അവരുടെ സ്ത്രീകളോട് ചോദിച്ചാൽ അവർ അരവിന്ദ് കെജ്രിവാളിനെ വോട്ട് കൊടുക്കുന്നത്. ഈ ഒരു മേഡിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആർക്കാ വോട്ട് കൊടുക്കുന്ന? അരവിന്ദ് കെജ്രിവാളിന്. എന്നിട്ട് അപ്പം നമ്മൾ വിചാരിക്കാം ചേരിയിലോ ആ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സപ്പോർട്ടർ എന്ന് പറയാം. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞ, അല്ല, ഹമാരി മാഡം ബി അരവിന്ദ് കെജ്രിവാൾ കൊടുത്തു. അവർ ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിൽ, അതൊരു കോടീശ്വരൻ്റെ വീടാണ്, അവിടുത്തെ സ്ത്രീ പോലും, അവിടുത്തെ വൈഫും അരവിന്ദ് കെജ്രിവാളിനെ വോട്ട് കൊടുക്കുന്നത്. കാരണം എത്ര പൈസക്കാർ ഫാമിലി ആയാലും ഹൗസ് വൈഫിന് കൊടുക്കുന്ന പൈസയിലായിരിക്കാം അവർ മൊത്തം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിനകത്തുനിന്ന് ഒരു മാസം ഒരു 500 രൂപ 600 രൂപ അവർക്ക് ബസ്സിൽ ഫ്രീ ആയിട്ട് പല കാര്യങ്ങൾക്ക് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതിൽ അവർ അരവിന്ദ് കെജ്രിവാളിനോട് സന്തോഷമാണ്. പിന്നെ ഈ പ്രാവശ്യം അരവിന്ദ് കെജ്രിവാൾ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു ജയം നേടിയെടുത്തതെന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പോപ്പുലിസം ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് എല്ലാ പാർട്ടികളും ഏറ്റെടുത്ത്. കോൺഗ്രസിൻ്റെ കാര്യം പിന്നെ വിട്. കോൺഗ്രസ് 2500 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാർ തമാശയിൽ പറയുന്നത് കോൺഗ്രസിന് 2500 അല്ല 5500 പറയാം. കാരണം കോൺഗ്രസിന് ഗവൺമെൻറ് വരുത്തില്ലെന്ന് കോൺഗ്രസിന് അറിയാമല്ലോ. പക്ഷേ BJP പോലും ഇത് ഏറ്റെടുത്തിട്ട് BJP കഴിഞ്ഞ 10 വർഷം കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ കോർട്ട് വരെ കൊണ്ടുപോയതാണ് ഈ സോഷ്യൽ വെൽഫെയർ സ്കീംസിൻ്റെ അഗെയിൻസ്റ്റ്. അതിനെ റേവടി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ച് ഒരു ആക്ഷേപം പോലും പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാര്യമാണ്. അത് BJP ഏറ്റെടുത്ത്, അത് BJP അരവിന്ദ് കെജ്രിവാളിൻ്റെ ലൈൻ ഓഫ് ക്യാമ്പയിനിങ് ഏറ്റെടുത്ത് BJPക്ക് ഡൽഹിയിൽ ക്യാമ്പയിൻ ചെയ്യേണ്ടി വന്നെന്നുള്ളൊരു കാര്യം നമ്മൾ സംശയമില്ല. ഡൽഹിയിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ റൂറൽ പോക്കറ്റ്സ് ആണ്. ഡൽഹിയിലെ റൂറൽ പോക്കറ്റ്സിനകത്ത് ഈ റൂറൽ പോക്കറ്റ്സിനകത്ത് നമ്മൾ ഈ BJPയെ ഹിന്ദുത്വ പാർട്ടി എന്നൊക്കെ വിളിക്കും. പക്ഷേ ആ ഹിന്ദുത്വ പാർട്ടി അതിനെക്കാട്ടി വലിയ ഹിന്ദുത്വ കളി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി കളിച്ചിട്ടുണ്ട്. ഈ ഡൽഹിയിൽ പഞ്ചായത്തുകളില്ല. ഡൽഹിയിൽ MCD ആണ്. അപ്പം പഞ്ചായത്തുകളില്ല. എന്നിട്ടും ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് റൂറൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചൂള ടാക്സ് ഉണ്ട്. ബ്രിട്ടീഷുകാർ റൂറൽ ഏരിയാസിൽ എടുത്തിരുന്ന ചൂള ടാക്സ്. ഈ ചൂള ടാക്സിൻ്റെ റിസിപ്റ്റ് ഉള്ളവരെല്ലാം ഡൽഹിയിലെ റൂറൽ റെസിഡൻസ് ആണ്. അത് ലാൽ ഡോറ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇവർക്ക് ഔദ്യോഗികമായിട്ടൊരു സർപഞ്ച് ഇല്ലെങ്കിലും ഇവർക്കെല്ലാവർക്കും ഓരോ പ്രധാനന്മാരുണ്ട്. ഈ പ്രധാനന്മാരെ എല്ലാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ട്രാറ്റജിയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ ആരും ഇന്നും ഇല്ലെന്ന് നമ്മൾ പറയും. ആശുതോഷ് വിട്ടുപോയി, പ്രശാന്ത് ഭൂഷൺ വിട്ടുപോയി, എല്ലാവരും വിട്ടുപോയി. പക്ഷേ ഈ പ്രധാനന്മാർ ഇന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ നിൽക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാൾ ബനാറസും അയോധ്യയിലും ഈ ഗ്രാമങ്ങളിൽ നിന്ന് എല്ലാ മാസം ആയിരക്കണക്കിന് ആൾക്കാരെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം BJP കാട്ടി വലിയ ഹിന്ദുത്വ കളികൾ ഡൽഹിയിൽ കളിച്ചത് അരവിന്ദ് എക്സിറ്റ് പോള് എന്ന് പറയുന്നത് എക്സാക്ട് ആകാൻ സാധ്യതയില്ല എന്നാണോ സന്തോഷ് പറയുന്നത്? ഈ എക്സിറ്റ് പോള് ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി വിജയിച്ചു വരും. അല്ല, എക്സിറ്റ് പോളിന്റെ റിസൾട്ട് പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം അല്ല, ഒരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം പാനലിലുള്ള ഉണ്ണി ബാലകൃഷ്ണൻ സാറാണ് എന്നെ കൈപിടിച്ച് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് പഠിപ്പിക്കുന്നത്. അന്നൊക്കെ സാഹിബ് സിംഗ് വർമ്മ, ഈ പർവേഷ് വർമ്മയുടെ ഫാദറായിരുന്നു സാഹിബ് സിംഗ് വർമ്മ. ഹി വാസ് എ പ്യൂർലി എ വില്ലേജ് റൂറൽ പൊളിറ്റിക്കൽ ഹെവി വെയ്റ്റ്.
സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പം സാഹിബ് സിംഗ് ഞങ്ങൾ ചോദിച്ചു വാട്ട് ഈസ് വൺ തിങ് വിച്ച് വറീസ് യു. അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി പറയുന്നത് ഞങ്ങൾ അമ്പലങ്ങളിൽ എത്തുന്നതിന് മുമ്പ് ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് 2 മാസം മുമ്പ് അരവിന്ദ് കെജ്രിവാൾ അമ്പലങ്ങളുടെ പൂജാരികളുടെ അടുത്ത് പോയി ഫോം നിറപ്പിച്ചിട്ട് പൂജാരികൾക്ക് ഒരു ശമ്പളം നിശ്ചയിച്ചു. പറഞ്ഞു ഇനി ഈ പ്രാവശ്യം ഞാൻ ജയിച്ചു വരുമ്പോൾ ഡൽഹിയിലെ പൂജാരികൾക്കെല്ലാം ബ്രാഹ്മണർക്ക് എല്ലാം ശമ്പളം കാണും ആം ആദ്മി പാർട്ടിയുടെ വകയായിട്ട്. അതുപോലെ ഗുരുദ്വാരയിലെ ഗ്രന്ഥികൾക്കും ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് BJPക്ക് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പല മൂവ്സ് സർപ്രൈസായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം അരവിന്ദ് കെജ്രിവാൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ഫൈറ്റാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം അരവിന്ദ് കെജ്രിവാൾ ജയിച്ചില്ലെങ്കിൽ ഹി വിൽ ബി ഔട്ട് ഓഫ് ദ ചാപ്റ്റർ ഇൻ പോളിറ്റിക്സ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് ബെയിൽ കിട്ടി പുറത്ത് വന്ന ഉടനെ ഹി ക്വിറ്റ് ദ CM പൊസിഷൻ. അന്ന് തൊട്ട് ക്യാമ്പയിനിങ് തുടങ്ങിയാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിൻ്റെ ക്യാമ്പയിന് വലിയ 10,000 പേരോ 20,000 പേരോ ഒന്നുമല്ല, 50 പേര് 20 പേര് 60 പേര് ഇങ്ങനെ കൊച്ചു എന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ അരവിന്ദ് കെജ്രിവാൾ ക്യാമ്പയിൻ ചെയ്താണ് ഈ ഒരു ഇലക്ഷനെ ബിൽഡ് ചെയ്ത് വന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ എക്സിറ്റ് പോള് കണ്ടിട്ട് സർപ്രൈസ് തോന്നുന്നുണ്ടോ എന്ന്. ഒട്ടും സർപ്രൈസ് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് 39% വോട്ട് ഷെയർ കിട്ടിയിട്ടാണ് 8 സീറ്റ് കിട്ടിയത്. അതിൻ്റെ കാരണം ഈ സീറ്റുകളുടെ ഫ്ലക്ച്വേഷൻ അരവിന്ദിൻ്റെ ടീമിന് അരവിന്ദിന് ഒരു കാര്യം മനസ്സിലാക്കണം. പൊളിറ്റിക്കൽ പേഴ്സൺ ആണ്, ബട്ട് ഹീ സ്റ്റിൽ എ ഗ്രാസ് റൂട്ട് ആക്ടിവിസ്റ്റ്. പുള്ളിക്ക് സെഫോളജിസ്റ്റ് അങ്ങനെ IIT സെഫോളജിസ്റ്റ് ഇല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിൽ നിന്ന് നല്ല ഡാറ്റ ഇൻപുട്ട് ഉണ്ട്. ഈ ഡാറ്റ ഇൻപുട്ടിൻ്റെ ബേസിസിലാണ് അയാൾ എന്നും സംസാരിക്കുന്ന പ്രസംഗം പോലും എഴുതുന്നത്. ഈ ഡാറ്റ ഇൻപുട്ട് അനുസരിച്ച് ഈ ഓരോ സീറ്റുകൾ നിശ്ചയിക്കുന്ന 1000-2000 വോട്ടുകളാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ സീറ്റുകൾ. അതുകൊണ്ടാണ് BJPക്ക് 39% ഡൽഹിയിൽ വോട്ട് കിട്ടിയിട്ട് പോലും 8 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ BJP ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രാവശ്യം വലിയ തോതിൽ ഓരോ ബൂത്തുകളിൽ തന്നെ BJPയുടെ ബൂത്ത് മാനേജ്മെൻറ്റ് ഈസ് എക്സലൻറ്റ്. ഈ ബൂത്ത് മാനേജ്മെൻറ്റ് BJP വർക്കേഴ്സ് ഒന്നുമല്ല ചെയ്യുന്നത്, അത് BJPക്ക് ഒരു ഔട്ട്സോഴ്സ്ഡ് ഒരു സിസ്റ്റം തന്നെ ഉണ്ട്. ഇപ്പം പ്രഹ്ലാദ്പൂരിൽ ഒരു കൊടിമരം വെക്കണമെന്ന് പറഞ്ഞാൽ പ്രഹ്ലാദ്പൂർക്കാർക്ക് അവിടെ ബക്കറ്റ് കളക്ഷൻ ചെയ്തിട്ട് കൊടിമരം ഒന്നും വെക്കണ്ട BJPയുടെ, അതവർ മെയിലിട്ടാൽ മതി സെൻട്രൽ ഓഫീസിൽ, അവിടുത്തെ ഒരു ഏജൻസി വന്നിട്ട് കൊടിമരം വെച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സിസ്റ്റമാണ് ഈ ഗുജറാത്ത് ബേസ്ഡ് BJP ലീഡർഷിപ്പ് നമ്മൾ ഡൽഹി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫഷണൽ സിസ്റ്റം ചെയ്തേക്കെന്ന് പറഞ്ഞാൽ എല്ലാ ബൂത്തിലും ഒരു 2000-3000 പേരെ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. അതുപോലെ തന്നെ എല്ലാ ബൂത്തിലും ഒരു 3000-4000 പേരെ ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഡിലീറ്റ് ചെയ്തവർ ആരാണെന്നും അറിയാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വർക്കേഴ്സ്, മൈഗ്രൻ്റ് വർക്കേഴ്സ്. കാരണം അവരുടെ ഈ ആധാറിലൊക്കെ ഒത്തിരി ഡിസ്ക്രിപ്പൻസീസ് കാണും. കാരണം അവരുടെ വീട് കഴിഞ്ഞ മാസം ഇവിടെ ആയിരിക്കാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ മാറിപ്പോകും. അപ്പം എന്തോ ഡിസ്ക്രിപ്പൻസി കണ്ടാൽ ഉടനെ ഒഫീഷ്യൽ അത് ഡിലീറ്റ് ചെയ്ത് കഴിയും. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് ആം ആദ്മി പാർട്ടി ഏകാധിപതി അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി, കാരണം നരേന്ദ്രമോദിയെ കാട്ടി കൂടുതൽ ഡിക്റ്റേറ്റോറിയൽ ടെൻഡൻസി ഉള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ലോണം ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. Now let's see what would be the result. സന്തോഷ്, ഇതിനകത്ത് ഈ ആന്റി ഇൻകുംബൻസി വരണമെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതികളോട് ജനങ്ങൾക്കൊരു വിയോജിപ്പുണ്ടാകണമല്ലോ. മോഹൻലാൽ ക്ലിനിക്കുകളുടെ കാര്യത്തിൽ ആളുകൾ വളരെ ഹാപ്പിയാണെന്ന് കേൾക്കുന്നു. അതേസമയം തന്നെ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണത്തിൽ ടീച്ചർ വിദ്യാർത്ഥി അനുപാതത്തിന്റെ കാര്യത്തിലൊക്കെ ചെറിയ കുഴപ്പമുണ്ട്. വളരെ ഹാപ്പിയാണ്. പക്ഷേ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണത്തോട് അവിടുത്തെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടോ, ഒരു ആന്റി ഇൻകുംബൻസി ഉണ്ടോ? 2022 അവിടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ BJPയിൽ നിന്ന് ആം ആദ്മി പാർട്ടി പിടിക്കുന്നത് 134 സീറ്റുകളാണ്. പക്ഷേ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണത്തിനുള്ളൊരു അപ്രീതി കൂടി ഈ നിയമസഭയിലേക്ക് മാറിയിട്ടുണ്ടോ? അഥവാ ദില്ലിയിലെ വോട്ടർമാർ ശരിക്കും കൺഫ്യൂസ്ഡ് ആണോ? അവർ പറയുന്നു വിലക്കയറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതേപോലെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ഈ 2 വിഷയങ്ങൾക്കും ഡൽഹി സംസ്ഥാന സർക്കാർ നേരിട്ട് ഉത്തരവാദികളാകുന്നില്ലല്ലോ. ഈ ഡൽഹിയിലെ ഒരു ടിപ്പിക്കൽ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിലും കാണാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഡൽഹിയിലെ LG പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഡൽഹിയിലെ LG ഒരു സംസ്ഥാനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇലക്ഷൻ സമയത്ത് ഗവർണർ പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്? ഇത് ഡൽഹിയിലെ LG ഒരു വലിയ വിഷയമാണ്. LG ഭരണം ഒരു വലിയ വിഷയമാണ്. നോൺ ഡെമോക്രാറ്റിക് ബ്യൂറോക്രാറ്റിക് ഭരണം ഒരു വലിയ വിഷയമാണ്. പക്ഷേ
അരവിന്ദ് ഒരു സ്മാർട്ട് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ആ ഒരു വിഷയത്തിനെ ക്യാമ്പയിനി എടുത്തിട്ടേ ഇല്ല. കാരണം അത് വിഷയം എടുത്തിട്ടാൽ ആൾക്കാർ ചോദിക്കും എന്നാൽ പിന്നെ നിങ്ങളെ ജയിപ്പിക്കേണ്ട ആവശ്യം എന്താണ്. എന്നാലും പല സ്പീച്ചുകളിൽ, ബുറാറിയിൽ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ട കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പറയും ഡൽഹിക്ക് ദോ പത്തി ഹേ, മേ ലെജിറ്റിമേറ്റ് പത്തി ഹൂ, ഏക് ഇല്ലീഗൽ പത്തി ഹേ. അതാരാ? LG ആണ് അത് ഡൽഹിയെ ഭരിക്കുന്നത്. അപ്പോൾ ഡൽഹിക്ക് അങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ ഡൽഹിയിൽ സ്കൂളുകൾ നല്ലവണ്ണം നടക്കുന്നുണ്ടുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ആര് വന്നാലും, റിപ്പോർട്ടറിൻ്റെ ടീം വന്നാലും നമുക്ക് മനസ്സിലാക്കാം. ഡൽഹിയിൽ ഏറ്റവും നല്ല സ്വിമ്മിംഗ് പൂൾസ്, ഏറ്റവും നല്ല ഹോഴ്സ് റൈഡിങ് ക്ലബ്ബ്, ഏറ്റവും നല്ല ഫയറിംഗ് റേഞ്ച്, അതെല്ലാം ഡൽഹിയിലെ ഗവൺമെൻറ് സ്കൂൾസിലാണ്. ഡൽഹിയിലെ ഗവൺമെൻറ് സ്കൂൾസിലെ പിള്ളേർ IITs, IIMs എല്ലാം ക്രാക്ക് ചെയ്ത് പോകും. അപ്പോൾ ഡൽഹിയിൽ ഇറ്റ്സ് ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ. ഏകദേശം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു സ്ട്രാറ്റജി ടീമിൻ്റെ ആൾക്കാർ പറയുന്നത് 2 വോട്ടേഴ്സാണ് ഞങ്ങളുടെ പക്ക വോട്ടേഴ്സ്. ഒന്ന്, ചേരികളിലും മൈഗ്രൻ്റ് വർക്കേഴ്സിൽ സ്ത്രീകൾ, ബസ്സിൽ ഫ്രീ ആയിട്ട് പോകുന്നവർ, അവർ എത്ര പൈസ BJP-ക്കാരുടെ നിന്ന് മേടിച്ചാലും, കാരണം ഈ ചേരുകളിലൊക്കെ ആൾക്കാർ, സാഹിബ് സിംഗ് വർമ്മയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആൾക്കാർ പറയുന്നത് 1100 രൂപ, 1100 റുപ്പീസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പൈസ മേടിച്ചിട്ടും അവർ അരവിന്ദ് കെജ്രിവാളിനെ ഈ സ്ത്രീകൾ വോട്ട് കൊടുക്കുന്നതിന് അവർക്ക് നിശ്ചയമുണ്ട്. കാരണം അരവിന്ദ് പോലും സ്പീച്ചുകൾ പറയുന്നത് നിങ്ങൾക്ക് പൈസ ആര് തന്നാലും മേടിച്ചോ, പക്ഷേ വോട്ട് അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് വോട്ട്. രണ്ടാമത്തെ അവരുടെ പക്ക വോട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേരുടെ മാതാപിതാക്കൾ. അവർ പറയുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളിൽ 1 വർഷം പോലും പഠിച്ച പിള്ളേരുടെ മാതാപിതാക്കൾ ഒരിക്കലും ഞങ്ങൾക്ക് വോട്ട് തരാതിരിക്കത്തില്ലെന്നാണ് അവർക്കൊരു വിശ്വാസം. അപ്പോൾ പിന്നെ ഒരു കൊച്ചൊരു അഡ്വാൻറ്റേജ് അവരിലുള്ളത്, ഈ ആതിഷിയെ മുഖ്യമന്ത്രിയാക്കിയത് ഒരു വലിയൊരു പോസിറ്റീവ് സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാൾ അവരുടെ ബർഡൻ മാറ്റിവെക്കുകയും ചെയ്തു. അതേസമയത്ത് ആതിഷിയുടെ കൂട്ട് ഒരു നോൺ കോൺട്രവേഴ്ഷ്യൽ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു കരുണ അരവിന്ദ് കെജ്രിവാൾ കാണിച്ചതിൽ സ്ത്രീകളിൽ പല ആൾക്കാർക്ക് അങ്ങനൊരു അഭിപ്രായമുണ്ട്. അത് നല്ല സ്റ്റെപ്പാണെന്നുള്ളത്. ആതിഷി ഇനി മുഖ്യമന്ത്രി ആവോ എന്നില്ലെന്ന കാര്യത്തിന് ഒരു കൺഫർമേഷനും ഇല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ വളരെ ഷ്രൂഡായിട്ട് ഈ ഇലക്ഷനെ ഒരു അസംബ്ലി ഇലക്ഷനായിട്ടല്ല, പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു റെഫറൻഡമാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ കുറ്റവാദിയല്ല, അതേസമയത്ത് ഞാൻ തോറ്റാൽ ഞാൻ വിചാരിക്കും എൻ്റെ ആൾക്കാർ എന്നെ കുറ്റവാളി സന്തോഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ BJP പറയുന്ന എക്സിറ്റ് പോള് പറയുന്നത് പ്രകാരം BJP വിജയിച്ചു വരികയാണെങ്കിൽ ദെയർ വാസ് എ മാൽ പ്രാക്ടീസ്, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജയിച്ചു വരുന്നതെന്ന് വേണം സന്തോഷ് പറയുന്നതിനകത്തൊന്ന് മനസ്സിലാക്കാൻ. ദാറ്റ് ഈസ് ഈ പറയുന്ന ഡിലീറ്റ് ചെയ്യുന്ന വോട്ടേഴ്സിനെ കൂടുതലായിട്ടുള്ള വോട്ടേഴ്സിനെ കൊണ്ടുവരുന്നു. അതല്ലാത്ത പക്ഷം ഈ പറയുന്ന വളരെ പോപ്പുലറാണ് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ. Unni sir, I am sorry. Unni sir, I am interrupting. Unni sir, I am interrupting. It's not a malpractice. അതൊരു ഇലക്ഷൻ മാനേജ്മെൻറ്റ്. ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത പേരുകൾ അത് ഇല്ലീഗലി കട്ട് ചെയ്തല്ലായിരിക്കാം. നമ്മുടെ ആധാർ കാർഡുകളിൽ നമ്മൾ വീടുകൾ മാറുമ്പോൾ നമ്മുടെ അഡ്രസ്സുകൾ ചേഞ്ച് ആവും, പല ചേഞ്ചുകൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മൈക്രോ മാനേജ് ചെയ്ത് ആം ആദ്മി പാർട്ടി സപ്പോർട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് അവരുടെ സപ്പോർട്ടേഴ്സിൻ്റെ വോട്ട് മാറ്റിയിട്ടുണ്ടെന്ന കാര്യം ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മൈക്രോ മാനേജ്മെൻറ്റ്, BJP-യുടെ ബൂത്ത് ലെവൽ മൈക്രോ മാനേജ്മെൻറ്റ്, ആ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യാൻ അതിന് കാഡറിന് ആവശ്യമല്ല, അതിന് പൈസ വേണം, ഒഫീഷ്യൽ സഹായം വേണം, ബ്യൂറോക്രാറ്റ്സിൻ്റെ നല്ല സഹായം വേണം, പോലീസിന് സഹായം വേണം. അപ്പോൾ അതെല്ലാം BJP-യുടെ കൂടെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ അതിനെ ഞാൻ മാൽ പ്രാക്ടീസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു മൈക്രോ മാനേജ്മെൻറ്റ്. അതർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട് 10 ലക്ഷത്തോളം വോട്ടിൻ്റെ ഒരു മാനിപ്പുലേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാധ്യമങ്ങളോട്. അപ്പോൾ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ രീതിയിൽ ബൂത്ത് വൈസ് BJP ഇത് മാനേജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? യെസ്, അത് മാത്രമല്ല അതിന് റെക്കോർഡും ഉണ്ട്. കാരണം ഈ ഇലക്ഷൻ കമ്മീഷന് പേരുകൾ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒഫീഷ്യൽ ലെറ്റർ വേണം. ആ ലെറ്റർ ആരെങ്കിലും ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ കൗൺസിലറോ ആരെങ്കിലും കംപ്ലയിൻറ്റ് ആദ്യം ചെയ്യണം, അവരതിനെ അക്രെഡിറ്റ്, അങ്ങനെ പല പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സുകളെല്ലാം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8% വരുന്നല്ലേ ടോട്ടൽ വോട്ടേഴ്സിന്റെ
ടോട്ടൽ വോട്ടിംഗ് പോപ്പുലേഷൻ്റെ ഒരു 8% ഒക്കെ വരുന്നുണ്ട് ഈ പറയുന്ന 10 lakh വോട്ട് എന്ന് പറയുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ 7% ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വലിയ ഡിഫറൻസാണ്. കാരണം വെച്ചാൽ ഈ 15% ഏകദേശം 5-6%. അങ്ങനെയാണെങ്കിൽ കറക്റ്റാണ്. കാരണം വെച്ചാൽ 15% ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. 54% ഈസ് വിത്ത് ആം ആദ്മി പാർട്ടി, 39% ഈസ് വിത്ത് BJP ലാസ്റ്റ് 2020 ഇലക്ഷനകത്ത്. അപ്പോൾ 15% ഡിഫറൻസ് ഉണ്ട്. ആ 15%-ലൊരു അതിൻ്റെ ഒരു 50% ഈ പറയുന്ന വോട്ടേഴ്സ് പിന്നെ ലിസ്റ്റിലൊരു മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈസിലി പിന്നെ BJPക്ക് ജയിച്ചു വരാം. മാത്രമല്ല പോൾ ഓഫ് പോൾസിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. താങ്ക് യു സന്തോഷ് ജോയ് നമുക്കൊപ്പം ചേർന്നതിൽ.